ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ ഫ്രണ്ട്സ്? അൽഹംദുലില്ലാ, നമുക്ക് വീട്ടിലിവിടെ എല്ലാവർക്കും സുഖമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ആഫ്രിക്കൻ പൊട്ടാറ്റോ ഫ്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും ഈ ഉരുളക്കിഴങ്ങൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മുടെ കേരള സ്റ്റൈലിലോ രീതിയിൽ നമ്മളിങ്ങനെ ഓരോ ഉരുളക്കിഴങ്ങൊക്കെ ഫ്രൈ ചെയ്ത് കഴിക്കുമല്ലേ. ഉരുളക്കിഴങ്ങ് പിന്നെ എങ്ങനെ ഫ്രൈ ചെയ്താലും നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടമായിട്ടുള്ളൊരു സംഭവമാണല്ലേ ഉരുളക്കിഴങ്ങ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ആഫ്രിക്കൻ പൊട്ടാറ്റോ ഫ്രൈ ഒന്ന് കാണിക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അപ്പം നമുക്ക് ആഫ്രിക്കയിലേക്കൊന്നും നമുക്ക് പോകണ്ട, നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ പൊട്ടാറ്റോ ഫ്രൈ ചെയ്യാം. ആഫ്രിക്കൻ പൊട്ടാറ്റോ ഫ്രൈ ചെയ്യാം. നല്ല ഈസിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ അപ്പോൾ ഞാനിത് കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ എടുത്തിട്ട് ഒരു ഉരുളക്കിഴങ്ങ് 2 പീസായി കട്ട് ചെയ്തു കേട്ടോ. നൈസായിട്ട് അങ്ങനെ കട്ട് ചെയ്യൊന്നും വേണ്ട. 2 പീസായിട്ട് വലിയ ഉരുളക്കിഴങ്ങൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പൂൺ ഉപ്പും ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒരു അരവേവൊക്കെ ആയിട്ട് നന്നായി തിളച്ച് ഒരു അരവേവൊക്കെ ആകുമ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു അരവേവ് കേട്ടോ ഉരുളക്കിഴങ്ങ്. അതിലേക്ക് ഞാൻ ഒരു സ്പൂൺ കുരുമുളക് പൊടി, പിന്നെന്താണ് ഒരു അര സ്പൂണ് ക്രഷ് ചെയ്ത വറ്റൽ മുളക്, പിന്നെ ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ഇതാ കുറച്ച് ഒറിഗാനോ, ഇതെല്ലാം ഇടുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് എത്ര ഉരുളക്കിഴങ്ങാണ് നമ്മൾ എടുത്തത് അതിനനുസരിച്ചിട്ടുള്ള ഒരു എരിവാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. അല്ലാതെ എനിക്ക് അങ്ങനെ കറക്റ്റായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മുടെ ഒരു എരിവും ഉപ്പൊക്കെ നമുക്ക് അറിയുമല്ലോ ഒരു എത്രയാണ് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് പോലെ അനുസരിച്ച് പോലെ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഇതുപോലെ നന്നായിട്ടൊന്ന് കൊട്ടി കൊടുക്കുക. ഇങ്ങനെ തട്ടിക്കൊട്ടിയൊക്കെ വേണമെങ്കിൽ കയ്യിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് നമ്മൾ മീനൊക്കെ തടവുന്ന പോലെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കുക. ഞാനിങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ആഫ്രിക്കൻ പൊട്ടാറ്റോ ഫ്രൈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ ഫ്രണ്ട്സ്. അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തായി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ്. അപ്പോൾ ഞാനിത് ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഒരു ഓയിലാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക അല്ലേ. ഏതൊരു ഫുഡും എന്ത് ചെയ്യുകയാണെങ്കിലും നമുക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഇനിയിപ്പോൾ ആഫ്രിക്കക്കാരിപ്പോൾ എന്ത് ഓയിൽ ഒഴിച്ചു കൊടുക്കുമോ അതൊന്നും എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ വീട്ടിലുള്ള ഓയിൽ വെച്ചിട്ട് നമുക്ക് ആഫ്രിക്കയിൽ പൊട്ടാറ്റോ ഫ്രൈ പോലെ അവരൊക്കെ കഴിക്കുന്ന പോലെ ഒരു നേരം നമുക്ക് ഇങ്ങനെയും ട്രൈ ചെയ്യാം. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഞാനൊരു വലിയൊരു ഒരു ട്രാവലിംഗ് വ്ളോഗ് വീഡിയോ കണ്ടു. അപ്പോൾ അവരിങ്ങനെ പോയിട്ട് ഈ ഒരു പോയ സമയത്ത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ് ആഫ്രിക്കയിലെ കുറച്ച് ആളുകൾ കേട്ടോ. ഈ ഒരു റെസിപ്പി ഇങ്ങനെ ചെയ്തിട്ട് അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന കണ്ടപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ എന്തോ ഒരു ഇഷ്ടം തോന്നി കേട്ടോ. ഇങ്ങനെ അവരിങ്ങനെ റെസിപ്പി ചെയ്തിട്ട് അവർക്കിങ്ങനെ കഴിക്കാൻ കൊടുക്കും. നമ്മുടെ കേരള ആളുകൾക്ക് ആഫ്രിക്കയിൽ പോയപ്പോൾ അവരൊരു വ്ളോഗേഴ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവരിങ്ങനെ കൊടുക്കണമെന്ന് കണ്ടപ്പോൾ എനിക്കിതൊന്ന് ട്രൈ ചെയ്യണം തോന്നി. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്തപ്പോൾ ഇവിടെ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ശരി എന്നാൽ ഒന്നും കൂടി ട്രൈ ചെയ്തിട്ട് എൻ്റെ ഫ്രണ്ട്സ്മാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം തോന്നി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഫ്ലെയിമൊക്കെ കുറച്ച് കുറവാക്കി വെക്കുക കേട്ടോ. ഒരുപാട് കൂട്ടി വെച്ചാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാം. പിന്നെ ഇതാ ഒരു നാരങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ കുരുവൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് അതിലേക്ക് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു പാത്രത്തിൽ ഇങ്ങനെ ഒഴിച്ചിട്ട് ഇതിൻ്റെ കുരു എടുത്ത് കളയുക. എന്തെങ്കിലും ഒന്ന് ചെയ്യാം. അപ്പം ഞാൻ കത്തിയിൽ ഈ ഒരു കുരു ഉണ്ടല്ലോ, നാരങ്ങ കുരു, അതൊക്കെ എടുത്ത് ഇങ്ങനെ ഞരടി എല്ലാം കളഞ്ഞിട്ട് ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇപ്പം നമുക്കിപ്പോൾ ആഫ്രിക്കയിൽ പോകുമൊന്നും വേണ്ട, ജസ്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ അതുപോലെയൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് കഴിക്കാമല്ലോ. അപ്പോൾ ഒരു കുരു വീണപ്പോൾ ഞാൻ അതൊന്നും എടുത്ത് മാറ്റുകയാണ് കേട്ടോ, ഇല്ലെങ്കിൽ കശക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു പാത്രത്തിൽ ജസ്റ്റ് ഒന്നിങ്ങനെ പിഴിഞ്ഞൊഴിച്ചിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്തിട്ട് ഇതതുപോലെ ഒരു ബ്രൗൺ കളറാകുന്ന പോലെ കേട്ടോ. അതിനാണ് ഫ്ലെയിം കുറച്ച് കുറവാക്കി വയ്ക്കുന്നത്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ചാൽ അങ്ങനെ പെട്ടെന്ന് കരിഞ്ഞു പോകും, വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. ഏതൊരു സാധനം കരിഞ്ഞാൽ ടേസ്റ്റ് പോകുമല്ലോ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ആഫ്രിക്കയിലേക്കൊന്നും ഇത് കഴിക്കാൻ വേണ്ടിയിട്ടൊന്നും പോകാനൊന്നും പറ്റില്ലല്ലോ. നമ്മളിങ്ങനെ വീട്ടിലിരുന്നിട്ട് ഓരോ റെസിപ്പിയൊക്കെ ട്രൈ ചെയ്യുക, നമ്മുടെ മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക.
ഏ അതാണല്ലോ നമുക്ക് അങ്ങനെയല്ലേ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആഫ്രിക്കയും പോകണ്ട, എവിടെയും പോകണ്ട, ഇതുപോലെ നമുക്ക് ഓരോ ഇതൊക്കെ നമുക്ക് ചെയ്ത് ട്രൈ ചെയ്യാം. നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, കടുകിട്ട് പൊട്ടിക്കും, ഓയിലാണെങ്കിൽ ഓയിൽ കടുകിട്ട് പൊട്ടിച്ച് കറിവേപ്പിലയിട്ട് ഉള്ളിയിട്ട് അങ്ങനെയാണല്ലോ നമ്മൾ കുഞ്ഞു കുഞ്ഞായിട്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് എന്നിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കും. ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡൽ നമ്മുടെ ഒരു കേരള സ്റ്റൈലിലൊക്കെ നമ്മൾ പല വിധത്തിലൊക്കെ ചെയ്യും. പക്ഷേ ഇങ്ങനെ ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങിനെ, വലിയ ഉരുളക്കിഴങ്ങിനെ രണ്ട് പീസാക്കിയിട്ടാണ് ഞാനിത് ചെയ്തത്. ഇതിപ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് മുട്ട ഫ്രൈ ചെയ്ത പോലെ തോന്നും. മുട്ട പുഴുങ്ങിയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഉപ്പ് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുമല്ലോ, അതുപോലെ നമുക്ക് കാണുമ്പോൾ തോന്നും. ഒരു വെറൈറ്റി ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് ഒരു നേരം ഇങ്ങനെയും നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എൻ്റെ ഫ്രണ്ട്സ്മാർക്ക് നമ്മുടെ ഈ ഒരു ആഫ്രിക്കൻ പൊട്ടാറ്റോ ഫ്രൈ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ അപ്പോൾ അതവിടെ എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ ഒരു ആഫ്രിക്കൻ പൊട്ടാറ്റോ ഫ്രൈ. ഇഷ്ടമായോ ഫ്രണ്ട്സ് നിങ്ങൾക്ക്? നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് മക്കൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. ഉരുളക്കിഴങ്ങ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ബൈ.